നമസ്കാരം. അരുൺ മോഹൻ ഫിസിക്സ് അധ്യാപകനാണ്. ഫിസിക്സ് പൊതുവെ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്, പ്രത്യേകിച്ച് മലയാളിയോട്. മുല്ലപ്പെരിയാർ ഡാമിന്റെ മാസ്, അതിലുള്ള ജലത്തിന്റെ മാസ് എന്ന് പറയുന്നത് 315 എഴുതി 10 പൂജ്യം ഇടുന്ന അത്രയും കിലോഗ്രാം, അത്രയും കോടിക്കണക്കിന് വരും. ഭൂമി എല്ലാ വസ്തുക്കളിലും പ്രയോഗിക്കുന്ന ത്വരണം അഥവാ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മുല്ലപ്പെരിയാറിന്റെ പൊക്കം 730 മീറ്റർ. ഇതിനെ മൂന്നിനെയും കൂടി ഗുണിക്കുമ്പോൾ അവിടെ സംഭരിച്ചിരിക്കുന്ന ഊർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കിട്ടും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 230 എഴുതി 14 പൂജ്യം ഇടുന്ന അത്രയും ജൂൾ വരും. അമേരിക്ക പണ്ട് ഹിരോഷിമയിലിട്ട ബോംബ് പുറത്തു കൊടുത്ത എനർജി, പുറത്തേക്ക് വന്ന എമർജന്റ് എനർജി എന്ന് പറയുന്നത് 627 എഴുതി വെറും 11 പൂജ്യം ഇടുന്ന അത്രയും ജൂൾ മാത്രമായിരുന്നു. അതായത് അതിന്റെ ഏതാണ്ട് 2 ഇരട്ടിയാണ് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്. അത്രമാത്രം ഊർജം പുറത്തേക്ക് വരുമ്പോൾ 70,000-ഓളം മനുഷ്യരുടെ ജീവൻ എടുത്തിട്ടാണ് അത് ഇടുക്കി ഡാമിലേക്ക് എത്തുന്നത്. ഇത്ര വലിയ ഇമ്പാക്ട് ഇടുക്കി ഡാമിന് തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. ഇടുക്കി ഡാം കൂടി തകർന്നാൽ നമ്മൾ മനസ്സിലാക്കണം, മുമ്പ് ഞാൻ പറഞ്ഞതിന്റെ ഏതാണ്ട് 336 മടങ്ങായി ഈ ഊർജം വർദ്ധിക്കപ്പെടും. അത് കേരളത്തെ ആകെ തകർത്തു കളയും. ഒരു തർക്കവുമില്ല. 1895 ഉണ്ടാക്കിയ ഒരു ഡാമിന് വെറും 50 വർഷം മാത്രമാണ് അതിന്റെ നിർമ്മാതാവായ ജോൺ പെന്നിക്കുക്ക് പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് അവിടെ നിന്ന് 129 വർഷങ്ങൾ കഴിഞ്ഞു. മുല്ലപ്പെരിയാറിന് ഒരു കേടുപാടുകളും ഇല്ല എങ്കിൽ കൂടിയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ തന്നെയും, അങ്ങനെയാണോ ഇല്ലയോ എന്നുള്ളത് പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എനിക്ക് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത് രണ്ടും പശ്ചിമഘട്ടത്തിലാണ്. വയനാടും മുല്ലപ്പെരിയാറും രണ്ടും പശ്ചിമഘട്ടത്തിലാണ് എന്നത് മാത്രം. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് മാത്രം നമ്മൾ ഓർക്കുക. പശ്ചിമഘട്ടം തകർക്കപ്പെട്ടു കഴിഞ്ഞു. ഏതു സമയവും ഇത്രയും വലിയ ദുരന്തം നമ്മെ കാത്തിരിക്കുന്നു. ഡീകമ്മീഷൻ ചെയ്യാൻ ബന്ധപ്പെട്ട സർക്കാരുകൾ തയ്യാറായില്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിനായിരിക്കും നമ്മുടെ കേരളം സാക്ഷ്യം വഹിക്കുക. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഈ പ്രശ്നം കൊണ്ടുവരേണ്ടത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, രാഷ്ട്രീയം മറന്ന്, മതം മറന്ന്, വർണ്ണ വർഗ ജാതി വ്യത്യാസങ്ങളെല്ലാം മറന്ന് ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യം അതിക്രമിച്ചു. അത് ഇപ്പോൾ പറയുന്നതിന്റെ ഗൗരവം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. രണ്ടും പശ്ചിമഘട്ടത്തിൽ തന്നെയാണ്.